പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴി തെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. ഹായ് എവരിവൺ, നമുക്കറിയാം എല്ലാ വർഷവും മെയ് 10-ാം തീയതി ലോക ലൂപ്പസ് ദിനമായി ആചരിക്കുകയാണ്. SLE അഥവാ സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്ന് പറയുന്ന ഓട്ടോ ഇമ്മ്യൂൺ അസുഖം, അതായത് ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെ ബാധിക്കുന്ന അസുഖം ബാധിച്ച് കഷ്ടപ്പെടുന്ന ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും അവരുടെ ഒരു കൂട്ടായ്മ ചെയ്യാനും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ അസുഖത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കും എന്നുള്ള ഒരു സന്ദേശം നൽകാനുമായിട്ടാണ് ലൂപ്പസ് ദിനം ലോകമെമ്പാടും ആചരിക്കുന്നത്. നമുക്കറിയാം, നമ്മളെല്ലാ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ലോക ലൂപ്പസ് ദിനം വളരെ നല്ല രീതിയിൽ കൊണ്ടാടാറുണ്ട്. ഈ വർഷം കോവിഡ് മഹാമാരി ഈ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ഒത്തുചേരാൻ സാധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. എല്ലാവർക്കും ഈ ലൂപ്പസ് ദിനത്തിൽ നല്ലൊരു ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തും അത് പല സ്ഥലങ്ങളിലുമുണ്ട്. അപ്പോൾ ലൂപ്പസ് രോഗികൾ വളരെ ഭയചകിതരാണ്. അവരെല്ലാം പറയുന്നത്, കുറേ പേരിനെ വിളിച്ച് ചോദിച്ചു, നമുക്കെല്ലാം ഈ അസുഖം കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൽ വളരെ ഏർലിയാണ്, വളരെ ആദ്യത്തെ ഡേറ്റയാണെങ്കിലും പറയുന്നത് ലൂപ്പസ് രോഗികൾക്ക് ഈ അസുഖം മറ്റുള്ളവർക്ക് എത്ര സിവിയറായിട്ട് വരുന്നു അതുപോലെ തന്നെ ഉള്ളൂ. ഭയങ്കരമായ ഒരു സിവിയറിറ്റി ലൂപ്പസ് പേഷ്യൻസിനില്ല. മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന HCQ എന്ന് പറയുന്ന മരുന്ന് ഇതിന് കുറച്ചൊരു പ്രൊട്ടക്റ്റീവ് റോൾ ഉണ്ടെന്നും ചില പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. പക്ഷേ അതെല്ലാം ഏർലി ഡേറ്റയാണ്. നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് എന്ത് പ്രിക്കോഷൻസ് എടുക്കണം അതെല്ലാം ലൂപ്പസ് രോഗികളും എടുക്കണം. ഓവർ കോൺഫിഡൻ്റ് ആകുകയും ചെയ്യരുത്, പക്ഷേ ഭയങ്കരമായിട്ട് ലൂസായിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കോവിഡിനെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും. പക്ഷേ ചില ആളുകൾ ഇപ്പോൾ 1-2 പേര്, ഈ വളരെയധികം പേഷ്യൻ 1-2 പേരിനെ വിളിച്ച് ചോദിച്ചു, മരുന്ന് നിർത്തട്ടെ, ഇമ്മ്യൂണോ സപ്രസൻസ് അല്ലേ, നമ്മുടെ പ്രതിരോധ ശക്തി നന്നായിട്ട് ആക്റ്റീവായിട്ടിരിക്കണമല്ലോ എന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രശ്നം, ലൂപ്പസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം പ്രശ്നത്തിൽ പോയി പെടും. അതുകൊണ്ട് നിങ്ങൾ ആരും മരുന്നുകൾ നിർത്തരുത്. കോവിഡ് നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാൻ സാധിക്കും, അങ്ങനെ സംശയമില്ല. മാത്രമല്ല, ഈ മരുന്നുകൾ കഴിക്കുന്നതുകൊണ്ട് കോവിഡിൻ്റെ റിസ്ക് കൂടുതലാണെന്ന് പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, ജാഗ്രതയോടിരിക്കുക. പേടിക്കുകയല്ല വേണ്ടത്, ജാഗ്രതയാണ് വേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ കോവിഡിനെയും നമുക്ക് തുറച്ച് തോൽപ്പിക്കാൻ സാധിക്കും. ലൂപ്പസിനെ നമ്മൾ എങ്ങനെ ചെറുത്ത് തോൽപ്പിച്ചു അതുപോലെ കോവിഡിനെയും നമ്മളെല്ലാവരും ചെറുത്ത് തോൽപ്പിക്കും. നിങ്ങൾക്ക് ആർക്കും ഒരു തരത്തിലുള്ള ഭയാശങ്കയുടെയും ആവശ്യമില്ല. എല്ലാവരും നന്നായിരിക്കുക, ജാഗ്രതയോടിരിക്കുക. അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാളും ഒരു നല്ല ലൂപ്പസ് ദിനം ആചരിക്കാനായിട്ട് ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പ്രിയപ്പെട്ട ലൂപ്പസ് പോരാളി, ഇത്തവണ വളരെ വ്യത്യസ്തമായി ഒരു ഡിജിറ്റൽ ലൂപ്പസ് ഡേ ആണ് നമുക്ക് ആഘോഷിക്കേണ്ടി വന്നിരിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ ഡിജിറ്റൽ ലൂപ്പസ് ഡേ. ഇന്ന് നമുക്കറിയാം, ഈ COVID-19 പശ്ചാത്തലത്തിൽ നമ്മുടെ ലോകം തന്നെ ഒരു വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വലിയ ചലഞ്ചിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലൂപ്പസ് പോരാളികളുടെ കാര്യം പറയുകയാണ്, അവരെ സംബന്ധിച്ച് ഇതൊരു പുത്തിരിയൊന്നുമല്ല. കാരണം അവർക്ക് ഈ പ്രതിസന്ധി, ചലഞ്ച് എന്നൊക്കെ പറയുന്ന കാര്യം, അവരുടെ രക്തത്തിലുള്ള രോഗപ്രതിരോധ അണുക്കൾ ഇച്ചിരി വീക്കാണെങ്കിലും അവരെന്നും ഇത്തരം പ്രതിസന്ധികളെ വളരെ ധൈര്യത്തോടെ സ്ട്രോങ് ആയിട്ട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്.
എനിക്ക് ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം തോന്നിയത്, എൻ്റെ പല സുഹൃത്തുക്കളും വിളിച്ച് പരിതപിക്കുകയുണ്ടായി, ലൂപ്പസ് പേഷ്യൻ്റ് ആണല്ലോ, ഇമ്മ്യൂണിറ്റി കുറവാണല്ലോ, അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരോടൊക്കെ ധൈര്യപൂർവ്വം പറഞ്ഞു, ഞാനൊരു നല്ല പോരാളിയാണ് എപ്പോഴും. അപ്പം അതുകൊണ്ട് കോവിഡൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല, ഞാൻ അതിനെയൊക്കെ നേരിടും. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് കണ്ടുപിടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ശുഭാപ്തി വിശ്വാസം കണ്ടുപിടിച്ചുകൊണ്ട് ബാക്കിയുള്ള നമ്മുടെ നാട്ടുകാരും ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അതിജീവിച്ച് മുന്നേറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പല സുഹൃത്തുക്കളും നമ്മുടെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യുന്ന പല ആളുകളും പറയുന്ന ഒരു പ്രശ്നമുണ്ട്, പലർക്കും ആശങ്കയാണ്. കാരണം നമുക്ക് കീഴടക്കാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകും. കാരണം പക്ഷേ ഇതിങ്ങനെ ഡോക്ടറെ കാണാൻ പോകാൻ പറ്റുന്നില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വരും എന്ന് വിചാരിച്ചിരുന്നാൽ അത് വന്നിരിക്കും. അപ്പം നമ്മൾ അങ്ങനത്തെ ഭയത്തിന് പോരുത്. നമ്മൾ നല്ല പോരാളികളാണെന്നും ഇവയെ പോരാടി തോൽപ്പിക്കാനുള്ള ശേഷി നമുക്കുണ്ടെന്നുള്ള ബോധ്യമാണ് നമുക്ക് ആദ്യം. അതോടൊപ്പം തന്നെ ഇവിടെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും എക്സർസൈസ് ചെയ്യണം, പറ്റുന്നത് പോലെ ഓരോരുത്തരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള എക്സർസൈസുകൾ ചെയ്യണം. അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള ഇവിടെയുള്ള ലൂപ്പസ് ഡേ സെലിബ്രേഷൻ നടത്തിയ ന്യൂട്രീഷൻ ക്ലാസ്സുകളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഭക്ഷണം, ഇപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളമായി കഴിച്ച് പൊമിഗ്രാനൈറ്റ് പോലുള്ള ഫ്രൂട്ടുകളും കാര്യങ്ങളും ഒക്കെ കഴിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ജീവിത ശൈലികളിലൂടെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളില്ല. ഇനിയിപ്പോൾ അത്ര അർജൻറ്റ് കേസാണെങ്കിൽ നിങ്ങൾക്ക് പോലീസിൽ നിന്ന് തന്നെ പാസുകൾ എടുത്തുകൊണ്ട് ഡോക്ടറെ പോയി കാണേണ്ടതാണെങ്കിൽ കാണുക തന്നെ വേണം. അപ്പോൾ ആദ്യം തന്നെ ഒരു ആത്മബലം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്ന ആദ്യത്തെ കടമ കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടി വരില്ല എന്ന് തന്നെയാണ് എൻ്റെ ശുഭാപ്തി വിശ്വാസം. അപ്പോൾ ഈ ലൂപ്പസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ഈ കോവിഡിൻ്റെ കാലത്ത് HCQS വേണ്ട ആളുകൾക്ക് ഡോക്ടറുടെ സഹായത്തോടു കൂടി തന്നെ കേരളത്തിന് പുറത്തുള്ള പല സ്ഥലങ്ങളിലും അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുകയും അവർക്ക് വേണ്ട കോൺടാക്റ്റുകൾ കൊടുക്കാൻ നമുക്ക് നമ്മുടെ ഡോക്ടറുടെ സഹായത്തോടെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും തുടർന്ന് ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സഹകരണങ്ങൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ, ഏറ്റവും ചുരുക്കത്തിൽ എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ധൈര്യമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അസറുദ്ദീൻ സലീം. ഞാൻ ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യയുടെ ഒരു ട്രസ്റ്റിയാണ്. എനിക്ക് ലൂപ്പസ് രോഗം ഡയഗ്നോസ് ചെയ്തിട്ട് 5 വർഷമായി. ഈ 5 വർഷ കാലയളവിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ലൂപ്പസ് ഒരു ലൈഫ് ലോങ് ഡിസീസാണ്. എന്നിരുന്നാൽ തന്നെയും സാധാരണ ആൾക്കാർ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ നമുക്കും ജീവിക്കാൻ സാധിക്കും. കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ലൂപ്പസ് രോഗം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക, രോഗത്തെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള അറിവ് നേടുക. രണ്ടാമത്തെ കാര്യം, ഒരു കാരണവശാലും സൂര്യപ്രകാശത്തിൽ പുറത്ത് പോകാതിരിക്കുക, വെയിലത്ത് പുറത്ത് പോകാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, ഡോക്ടർ പറയുന്ന അളവിൽ തന്നെ മരുന്ന് കഴിക്കുക, കൃത്യമായി മരുന്ന് കഴിക്കുക. നമ്മൾ സ്വന്തമായി കൂട്ടുകയോ കുറയ്ക്കുകയോ കഴിക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത്. നാലാമതായി, ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് ഒരു കാരണവശാലും മുടക്കരുത്. ഡോക്ടർ നിർദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഡോക്ടറെ പോയി കാണുക. ലൂപ്പസ് ഒരു ദീർഘകാലം നീണ്ടു നിൽക്കുന്ന അസുഖമായതുകൊണ്ട് തന്നെ നമ്മൾ ഡൗൺ ആവുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ ഡൗൺ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതിനെ മറികടക്കാൻ സാധിക്കും. അതിൽ പ്രധാനമായത് എന്തെങ്കിലും ജോലികളിൽ എൻഗേജ് ചെയ്യുക, കുഞ്ഞു ജോലികൾ ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബികൾ, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ ആർട്ട് വർക്കോ ക്രാഫ്റ്റ് വർക്കോ, നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് നിങ്ങളത് ചെയ്യുക. കാരണം നമ്മൾ ചുമ്മാ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ ഓരോന്ന് ആലോചിച്ച് ആകെപ്പാടെ പ്രശ്നമാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുക. നിങ്ങളുടെ കൂട്ടുകാരോടോ നിങ്ങളുടെ വീട്ടുകാരോടോ നിങ്ങൾ സംസാരിക്കുക. തുറന്ന് സംസാരിക്കുന്നത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ചില സമയങ്ങളിൽ വീട്ടുകാരോ കൂട്ടുകാരോ ഒന്നും നമ്മുടെ അവസ്ഥ അതേപടി മനസ്സിലാക്കണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ള ആരോടെങ്കിലും സംസാരിക്കുക. കാരണം നമ്മുടെ അതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണ് ഗ്രൂപ്പിലുള്ള പലരും. അവർക്ക് നിങ്ങളെ തീർച്ചയായും സഹായിക്കാൻ കഴിയും. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്. മൂന്നാമത്തെ കാര്യം, ഒരു കുഞ്ഞ് ഡ്രൈവിന് പോവുകയോ അല്ലെങ്കിൽ ഒരു വാക്കിന് പോവുകയോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുകയോ ചെയ്യുന്നതൊക്കെ നമ്മളെ വളരെയധികം സഹായിക്കും. ലൂപ്പസ് രോഗം ബാധിച്ച നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരുമുണ്ട്. നമ്മൾ എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് തന്നെ ഈ രോഗത്തെ പരാജയപ്പെടുത്താം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ട്രസ്റ്റ് നിലകൊള്ളുന്നത്. എല്ലാവർക്കും നല്ലൊരു ലൂപ്പസ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.
നമ്മുടെ ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യ രൂപം കൊണ്ടത് കഴിഞ്ഞ വർഷം 2018 രൂപം കൊണ്ടത്. അതിനുശേഷം 2018 ഡിസംബറിലാണ് അത് രൂപം കൊണ്ടത്. അതിനുശേഷമുള്ള ആദ്യത്തെ ലൂപ്പസ് ഡേ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ 2019 മെയ് 5 നമ്മളുടെ ലൂപ്പസ് ഡേ മെയ് 10. അപ്പോൾ ആ അടുത്ത് വരുന്ന ഞായറാഴ്ച എന്നുള്ള രീതിയിൽ മെയ് 5 നമ്മളെല്ലാവരും ഒത്തുചേരുകയും അതിന് വേണ്ട കാര്യങ്ങളൊക്കെ കൂട്ടുകയും നമ്മൾ വളരെയധികം സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒരുപാട് രോഗികളെ നമ്മൾ കാണാനും പരിചയപ്പെടാനും നെഞ്ചോട് ചേർത്ത് പിടിക്കാനും ഒക്കെ നമുക്ക് സാധിച്ചു. എന്നാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ അതായത് ലൂപ്പസ് ഡേ 2020 നമുക്ക് കൊണ്ടാടാനും നമുക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ലൂപ്പസ് 2019 നമ്മൾ ലൂപ്പസ് ആൻഡ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതായിരുന്നു നമ്മുടെ തീം. അപ്പോൾ ലൂപ്പസും മാനസികാരോഗ്യവും എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേയധികം അതിന് രീതിയിൽ സംസാരിക്കാൻ പറ്റിയ കുറച്ചധികം സ്പീക്കേഴ്സിനെ നമ്മൾ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതെല്ലാം വളരെ 2 കൈ നീട്ടി ആണ് എല്ലാ രോഗികളും സ്വീകരിച്ചത്. ഇനിയും 2020 നമ്മളൊരു തീം നമ്മൾ മനസ്സിൽ കഴിഞ്ഞ വർഷം തന്നെ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് നമ്മൾ വിചാരിച്ച് വെച്ചിരുന്നു. നമ്മൾ ബഹുമാനപ്പെട്ട ഡോക്ടർ പത്മനാഭ ഷേണായോട് കൂടെ തീരുമാനിച്ചിട്ട് നമ്മൾ ലൂപ്പസ് ആൻഡ് പ്രഗ്നൻസി എന്നൊരു വിഷയം നമ്മൾ ഇത്തവണ തീമാക്കി എടുക്കാൻ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനിയും ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യയുടെ ചെയർപേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് കുറച്ച് ആളുകളോട് എൻ്റെ നന്ദിയും കടപ്പാടും ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി മീഡിയ എന്ന് പറയുമ്പോൾ നമ്മളുടെ വാർത്താമാധ്യമങ്ങൾ, പലതരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ, ഇവരുടെ എല്ലാം തന്നെ ഒരു ഹെൽപ്പ് നമുക്ക് കഴിഞ്ഞ തവണ ഈ ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യ രൂപം കൊണ്ടതിന് ശേഷം നമുക്ക് വളരെയധികം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ കെയറിൻ്റെ, അതായത് ഡോക്ടർ പത്മനാഭ ഷേണായുടെ ഹോസ്പിറ്റലാണ് കെയറിൻ്റെ സ്റ്റാഫ് നമ്മുടെ ഏതൊരവസരത്തിലും നമ്മൾ സംസാരിക്കാനോ നമ്മുടെ ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ട് വിളിച്ചാലോ നമ്മളോട് എന്ത് ഇതായിട്ടും വളരെയധികം ആത്മാർത്ഥതയോടുകൂടി വളരെയധികം സ്നേഹത്തോടു കൂടി ഡോക്ടർ ഷേണ എങ്ങനെയാണോ അതേപോലെ തന്നെ നമ്മളോട് എല്ലാ കാര്യത്തിനും ഇടപെടാനും എല്ലാം നമ്മളോട് കൂടെ നിൽക്കാനും നമ്മുടെ ലൂപ്പസ് ഡേ ആചരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ എല്ലാവിധ ഹെൽപ്പുകളും നമുക്ക് വേണ്ടി ചെയ്തു തന്നത് എല്ലാം കെയറിലെ സ്റ്റാഫാണ്. അപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടുത്തെ പാരാമെഡിക്കൽ സ്റ്റാഫ്, മറ്റു സ്റ്റാഫുകൾ, അങ്ങനെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പിന്നെ നമ്മളുടെ ഔട്ട്സോഴ്സിങ് നമ്മളുടെ വർക്കുകൾ, അതായത് ഇൻകം ടാക്സിൻ്റെ വർക്ക്, അല്ലെങ്കിൽ ലൂപ്പസ് ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷൻ്റെ വർക്കുകൾ, അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു ഹാള് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമുക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന നമ്മളുടെ ഔട്ട്സോഴ്സിങ്ങിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മളുടെ CA ഉണ്ട്, മിസ്റ്റർ രാധേഷ് ഭട്ട്. പിന്നെ നമ്മുടെ അഡ്വക്കേറ്റ് ഉണ്ട്, അഡ്വക്കേറ്റ് ശ്രീകല. പിന്നെ നമ്മളുടെ കബീർ സാറ്. അങ്ങനെ എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ അവരെ ഓർക്കുകയാണ്. അതേപോലെ തന്നെ ഞാൻ വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പാടില്ലാത്തതാണ് നമ്മളുടെ വോളണ്ടിയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു നമ്മളുടെ ഗ്രൂപ്പുണ്ട്, കേരള ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ഒരു മെയിൻ ഗ്രൂപ്പും ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ അവരിൽ എല്ലാവരും നമുക്കിപ്പോൾ ഒരു സങ്കടം വന്നാൽ, ഒരു വിഷമം വന്നാൽ, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, നമ്മുടെ ഈ അസുഖം സംബന്ധിച്ച് എന്തൊരു ഹെൽപ്പ് നമ്മൾ ഒരു ഗ്രൂപ്പിൽ ഒരാൾ സംസാരിച്ചാലും അപ്പോൾ തന്നെ അതിന് വേണ്ട ഹെൽപ്പ് കൊടുക്കുക, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ട കരുതൽ കൊടുക്കുക, സ്നേഹം കൊടുക്കുക. അങ്ങനെ നമ്മളുടെ ഇപ്പം ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവരെന്ന് പറയുന്നത് അവരും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ട്രസ്റ്റ് ഒരു കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ അവരെ കൂടെ നമ്മൾ ഓർക്കുകയാണ്. നമ്മുടെ
കേരളത്തിന് പുറത്തുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. അതായത് ചെന്നൈയിൽ നിന്ന്, കൊൽക്കത്തയിൽ നിന്ന്, ബാംഗ്ലൂരിൽ നിന്ന്, അങ്ങനെ പല സ്ഥലത്തു നിന്ന് നമുക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെല്ലാവരും തന്നെ നമ്മുടെ മെയിൻ ഗ്രൂപ്പിലേക്ക് നമുക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു തരുന്നതിന് അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പിന്നെ അപ്പോൾ എല്ലാവർക്കും അറിയാം, ഈ തവണ നമ്മൾ അഡ്വക്കേറ്റ് ഇന്ദുലേഖ പറഞ്ഞതുപോലെ നമ്മളൊരു ഡിജിറ്റൽ ലൂപ്പസ് ഇന്ത്യ ആണ് നമ്മൾ ഇത്തവണ ആചരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ ക്ലിപ്സ് ഓരോ ട്രസ്റ്റ് മെമ്പേഴ്സും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരോടും വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പിരിറ്റോടു കൂടിയും എല്ലാവരും സന്തോഷമായിട്ട് ഓരോ ദിവസവും നീക്കട്ടെ. അടുത്ത വർഷം 2021 ലൂപ്പസ് ഡേ നമ്മൾ ഇതിലും ഭംഗിയായിട്ട് 2019 ഭംഗിയായിട്ട് നമ്മൾ ആചരിക്കും എന്നുള്ള വിശ്വാസത്തോടെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ദൈവം തരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ദിനേശ്, ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യയുടെ ട്രസ്റ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മളെല്ലാവരും എറണാകുളത്ത് ഒത്തുകൂടാമെന്ന് തീരുമാനിച്ചൊരു ദിവസമായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളെല്ലാവരും ഇപ്പോൾ ലോക്ക്ഡൌണിലും അവരവരുടെ വീടുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മളൊരു ഒക്ടോബർ മാസം തൊട്ട് ട്രസ്റ്റി മീറ്റിംഗ് കൂടി ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തലും അതുപോലെ തന്നെ ഇനി ഈ ലൂപ്പസ് ഡേയുടെ അന്ന് എന്തെല്ലാം ചെയ്യണം എന്നുള്ള ആലോചനയൊക്കെ ഉണ്ടായി. കഴിഞ്ഞ ഒരു ജനുവരി മാസത്തെ ട്രസ്റ്റി മീറ്റിംഗ് ആവുന്ന സമയത്താണ് നമ്മൾ ഈ കോവിഡ് കണ്ടു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ ട്രസ്റ്റിന്റെ ലൂപ്പസ് ഡേയുടെ അന്ന് നമ്മൾ ഹെൽത്ത് മിനിസ്റ്ററെ കൊണ്ടുവരണമെന്നും ആ രീതിയിലുള്ള ഒരു പ്ലാനാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്രാവശ്യം നമുക്കത് കൂടാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഓൺലൈനായിട്ട് അവരവർ വീടുകളിൽ ഇരുന്നിട്ട് നമ്മുടെ പ്രവർത്തനത്തിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാം. നമ്മൾ 3 കാര്യത്തിലാണ് ഇപ്പോൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്. ഒന്ന്, ലൂപ്പസിന്റെ അവയർനെസ് ജനങ്ങളിലേക്ക് എത്തിക്കുക, പേഷ്യൻസിന് എത്തിക്കുക, അത് റിമോട്ട് ഏരിയാസിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള ഈ അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിർധനരായിട്ടുള്ള ലൂപ്പസ് രോഗികളെ സാമ്പത്തികപരമായിട്ട് അവരെ സഹായിക്കുക. ഇതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർക്കാർ തലത്തിൽ, അത് കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും, അവരിലേക്ക് ഈ രോഗം എന്താണെന്നും ഈ രോഗത്തിന്റെ പ്രാധാന്യം എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ കേസായ ലൂപ്പസ് അവയർനെസ് പ്രോഗ്രാം ഇപ്പോൾ നിലവില് എല്ലാ ചൊവ്വാഴ്ചകളിലും നമ്മൾ കേരളം പല സ്ഥലങ്ങളിലായിട്ട് പ്രോഗ്രാം നടക്കുന്നത്. നമ്മൾ ലൂപ്പസ് ക്ലിനിക് ദിവസം ഉണ്ട് അവിടെ, ചൊവ്വാഴ്ചയാണ് കേരള ലൂപ്പസ് ക്ലിനിക് ദിവസം. ആ ദിവസം മിക്കവാറും നമ്മൾ ട്രസ്റ്റീസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ പുതിയ പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും കോൺഫറൻസ് റൂമിൽ ഇരുത്തിയിട്ട് എന്താണ് ഈ രോഗം നമുക്ക് എങ്ങനെ ചികിത്സിച്ച് ഭേദമാക്കാം, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നമ്മൾ ലൂപ്പസ് ട്രസ്റ്റ് ഇന്ത്യക്ക് ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ നമ്മുടെ സൈറ്റിലും ഫോൺ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നും നമുക്ക് ഇഷ്ടംപോലെ കോളുകൾ വന്ന് ആ കോളുകൾ നമ്മൾ ഓരോ ട്രസ്റ്റീസും അതിന് വ്യക്തമായിട്ടുള്ള മറുപടിയും കാര്യങ്ങളും നമ്മൾ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ നിമിഷം വരെ. അപ്പൊ അതിൽ സ്ഥിരമായിട്ട് വരുന്ന ചോദ്യങ്ങൾ, ഈ രോഗം പൂർണ്ണമായും ഭേദമാവുമോ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് 5-6 വർഷമായി രോഗം തുടങ്ങിയിട്ട് ഇപ്പൊ രോഗം ഭേദമായി, ഇനി ഇത് വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെ സാധ്യത ഉണ്ടെങ്കിൽ ഫ്ലാപ്പ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുക, ഇത്തരം പല വിധത്തിലുള്ള സംശയങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ റീസെന്റ് എനിക്ക് വന്നിട്ടുള്ള ഒരു അനുഭവം ചെറുതായിട്ട് ഞാൻ പങ്കുവെക്കാൻ, ഒരു പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വിവാഹിതരായിട്ടുള്ള ഒരു കുടുംബത്തിന്റെ ഒരു പ്രശ്നം നമ്മുടെ ശ്രദ്ധയിൽ അവർ പെടുത്തി. അതായത് വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായിട്ടും 1 വർഷത്തിന് ശേഷമാണ് ഇവർക്ക് ലൂപ്പസ് ഐഡന്റിഫൈ ചെയ്തത്. ആ വ്യക്തിക്ക് ലൂപ്പസ് ഐഡന്റിഫൈ ചെയ്തിട്ട് ഇദ്ദേഹം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അവരുടെ ഭാര്യയുടെ വീട്ടുകാരിൽ നിന്നും അവർക്ക് എന്തോ
ഈ രോഗം നിങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടായതാണെന്നുള്ള പറയുകയും അവരുടെ ബന്ധത്തിന് എന്തോ ചെറിയ പ്രശ്നങ്ങളാവുകയൊക്കെ ചെയ്തു. പക്ഷെ അവരെ ഈ രണ്ട് വൈഫിന്റെ വീട്ടുകാരെയും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വീട്ടുകാരെയും നമ്മൾ വിളിച്ച് പരമാവധി നമ്മളാൽ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ എന്താ ഉണ്ടായെന്നറിയില്ല. പക്ഷെ ആ വിളിച്ച ആള് പറഞ്ഞു വളരെ സംതൃപ്തനാണ്. കാരണം അത് കഴിഞ്ഞിട്ട് അവർ ഡോക്ടറെ കാണാൻ പോവുകയോ, നമ്മൾ പറഞ്ഞു ഒരു നല്ലൊരു റെമറ്റോളജിസ്റ്റ് ഡോക്ടറെ പോയി കണ്ട് എന്താണ് നിങ്ങളുടെ രോഗം എന്നുള്ളതിനെ കുറിച്ചൊക്കെ അവര് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് കുടുംബക്കാർക്കും അതിനെക്കുറിച്ച് നമുക്ക് ചില തീരുമാനത്തിലെത്താൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഒരു പരിധി വിട്ട് നമുക്ക് ട്രസ്റ്റീസിന് പറ്റാത്ത കാരണം എന്താ വെച്ചാൽ ചില കുടുംബ പ്രശ്നങ്ങളായി അത് മാറാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ നമുക്കത് ഇടപെടാൻ പറ്റില്ല. അപ്പൊ അവയർനെസ് പ്രോഗ്രാം എന്നുള്ള ഒരു കാര്യം ഒരു തരത്തിൽ വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു പോയിക്കൊണ്ടിരുന്നു ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള. പിന്നെ രണ്ടാമത്തത് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ പ്രാവശ്യം, അതായത് ഈ ലൂപ്പസ് ഡേയുടെ അന്ന് നമ്മൾ എല്ലാ ലൂപ്പസ് പേഷ്യൻസിന്റെയും, ഇപ്പൊ ഗ്രൂപ്പിലുള്ള ലൂപ്പസ് പേഷ്യൻസിന്റെയും എല്ലാം അപേക്ഷ സ്വീകരിച്ച് അതിൽ നിർധനരായിട്ടുള്ള രോഗികൾക്ക് കുറേശ്ശെ മരുന്നുകൾ, ആർക്കെങ്കിലും മരുന്നിന് പോലും വാങ്ങിക്കാൻ പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കത് കൊടുക്കണം എന്നുള്ള ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിന്റെ ഫോമും കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ട്രസ്റ്റി മീറ്റിംഗ് കൂടിയിട്ട് അത് ഒന്ന് ഫൈനലൈസ് ചെയ്യാൻ പറ്റിയില്ല. തീർച്ചയായിട്ടും അത് എത്രയും പെട്ടെന്ന് ഇനി വരും ദിവസങ്ങളിൽ അത് ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയും അതിനൊരു ഫണ്ടിന് ഒരു ഔപചാരിക ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ ഒരു സംഖ്യ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ ഈ വർഷത്തിന്റെ കാലയളവിൽ നമുക്ക് ഒരു 2 പേഷ്യൻസിന് വളരെ ക്രിട്ടിക്കലായിട്ട് നമുക്ക് 1-2 കോളുകൾ വന്നു. ലൂപ്പസ് പേഷ്യന്റ് വളരെ ക്രിട്ടിക്കലായിട്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് കുറച്ച് ഒരു ചെറിയൊരു സാമ്പത്തിക സഹായം ഉണ്ടെങ്കിൽ അവർ തിരിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞ് നമുക്ക് പല കോളുകൾ വന്ന് നമ്മളത് ആ ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ചോദിച്ച് ആ ഡോക്ടറിൽ നിന്ന് അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു സംഖ്യ അവരെ സഹായിക്കാൻ പറ്റി അവരൊന്ന് തിരിച്ച് ജീവിതത്തിൽ വന്നു. അത് ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുള്ള ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റിലേക്ക് വിളിച്ചിട്ട് ഇപ്പോൾ MMF പോലുള്ള ടാബ്ലറ്റ് ഇന്ന സ്ഥലത്ത് ഇത്ര രൂപയ്ക്ക് കിട്ടുന്നു, നല്ലൊരു വില കൂടിയൊരു സംഖ്യയ്ക്കാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് വരും, കേരള വരുമ്പോൾ നിങ്ങൾക്ക് ഇത്ര രൂപയൊന്നും വരുന്നില്ല. അങ്ങനെയുള്ള അവരെയൊക്കെ വേറെ പല സ്ഥലങ്ങളിലും ട്രീറ്റ്മെന്റ് ഉള്ളവരാണ്. പക്ഷെ നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര രൂപയ്ക്ക് കിട്ടും എന്നുള്ള സഹായം. പിന്നെ കോവിഡിന്റെ കാലത്ത് പലർക്കും മരുന്ന് കിട്ടാത്ത പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ട് അവർക്കൊക്കെ എത്തിച്ചു കൊടുക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു. അപ്പോൾ ഈ ഫണ്ടിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോ ട്രസ്റ്റ് ഇതിനെ കുറച്ച് സാമ്പത്തികമായിട്ട് ടാക്സ് സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അത് വരും ഒരു 2 വർഷത്തിനുള്ളിൽ നമുക്കത് സെറ്റിലാവും. കാരണം ഈ ഇൻകം ടാക്സിന്റെ പരിധിയിൽ, അതായത് ഒരു വ്യക്തി നമുക്ക് പൈസ തരുവാണെങ്കിൽ, ആ ഡൊണേഷൻ തരുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാവുന്ന ചില ഇതൊക്കെ ഇൻകം ടാക്സിലുണ്ട്. അതായത് ETG പ്രകാരം അവർക്ക് ഡൊണേഷനിൽ നിന്ന് കുറച്ച് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ. അപ്പൊ അതിന്റെ നടപടി എന്നുള്ള രീതിയിൽ ഇപ്പോൾ 2 വർഷമായിട്ട് അതിന്റെ കൃത്യമായിട്ട് അതിന്റെ കണക്കുകൾ ഓഡിറ്റേഴ്സിന്റെ കൊടുത്ത് അത് ഇൻകം ടാക്സിൽ സമർപ്പിക്കുകയും അത്തരം കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് 1 വർഷത്തിനുള്ളിൽ നമുക്ക് ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. അത് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് ഫണ്ടിന് വേണ്ട ക്യാമ്പയിൻസ് കുറച്ചധികം ചെയ്തിട്ട് നമുക്ക് ഫണ്ടുകൾ വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കൂടുതൽ ഗുണം നൽകാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സർക്കാർ തലങ്ങളിലേക്ക് ഇത് എത്തിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 2019 ഓഗസ്റ്റ് സമയത്ത് നമ്മൾ പല കൗൺസിലർമാര് അതുപോലെ തന്നെ MLA-മാരെയൊക്കെ സമീപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. അവസാനം ചേലക്കര നിയോജകമണ്ഡലം നിയമസഭ MLA മിസ്റ്റർ UR പ്രദീപ് സാറിന്റെ അടുത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ നിവേദനം കൊടുക്കുകയും അദ്ദേഹത്തിന് ഇതിന് വിശദമായിട്ട് എന്താണ് ഈ അസുഖം, ഇത് എങ്ങനെയൊക്കെ ബാധിക്കുന്നു, ഇല്ലെങ്കിൽ ആരൊക്കെ ബാധിക്കുന്നു, സ്ത്രീകളിലാണ് കൂടുതൽ ബാധിക്കുന്നത്, അതിൽ ഇപ്പൊ എത്ര ശതമാനം ആളുകൾക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്, ഇത്തരം ഒരു കണക്കുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തപ്പോൾ അദ്ദേഹം ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയും അദ്ദേഹം പറഞ്ഞു ശരി ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിത് ആരോഗ്യമന്ത്രിയുടെ മുമ്പ് ഇത് പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നമ്മൾ കഴിഞ്ഞ ഓഗസ്റ്റ് സമയത്ത് അത് കൊടുത്തിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ആരോഗ്യമന്ത്രിക്ക് അത് കൈമാറുകയും ആരോഗ്യമന്ത്രിയിൽ നിന്ന് നമുക്കൊരു മറുപടി ലഭിക്കുകയും ചെയ്തു. കാരണം ഇത് ഫയലിൽ സ്വീകരിക്കുകയും ഇതൊരു ഗൗരവമായിട്ടുള്ള അസുഖമാണെന്ന് കണക്കിലെടുത്തുകൊണ്ട് അത് മുന്നോട്ട് പോകുന്നു എന്നുള്ള വിവരവും നമ്മൾ അറിഞ്ഞു. തുടർന്ന് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് വീണ്ടും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അല്ല അവരുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് നമുക്കൊരു കത്ത് ലഭിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മളുടെ നിവേദനത്തിൽ നമ്മൾ വ്യക്തമായിട്ട് ഒരുപാട് ആവശ്യങ്ങൾ നമ്മൾ
പറഞ്ഞിട്ടുണ്ട്. ആവശ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതിന് BPL കാറ്റഗറിയിൽ പെടുത്തണം, പിന്നെ എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് വേണം, മെഡിസിന് സബ്സിഡൈസ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ വേണം, അത്ര നിരവധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഓരോന്നും ഓരോരോ വിഭാഗം സർക്കാരിലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാൽ മാത്രമേ ഇത് നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവർക്ക് എല്ലാവർക്കും ഇതൊരു ഗൗരവമായിട്ടുള്ള അസുഖമാണെന്നും ഇവരിൽ നിന്നെല്ലാം റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ലെറ്ററിന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അതിനുശേഷമാണ് ഈ കോവിഡിന്റെ ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതും നമുക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്കത് കിട്ടും എന്നുള്ള നല്ലൊരു ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് ബാഹ്യമായിട്ട് ഒരുപാട് സപ്പോർട്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇൻകം ടാക്സും അതിന്റെ ഓഡിറ്റിങ്ങും വർഷാവർഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ്, ഒരു വ്യക്തിയുടെ ഒരു ട്രസ്റ്റ് അല്ല. അപ്പൊ അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതിന്റെ കണക്കുകൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം, അത് കൃത്യമായിട്ട് ഓഡിറ്റിൽ കൊടുക്കണം, അത് ഇൻകം ടാക്സിന് സമർപ്പിക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സപ്പോർട്ട് തന്നുകൊണ്ടിരിക്കുന്നത്, അതും ഏത് രീതിയിലുള്ള സപ്പോർട്ട് അവർ തരാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് വർമ്മ ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണ്. അതിൽ മിസ്റ്റർ രതീഷ് ഭട്ട് എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. അദ്ദേഹം അകം കഴിഞ്ഞ് സഹായിച്ചുകൊണ്ട് ഏത് സമയത്ത് വിളിച്ചാലും അല്ലെങ്കിൽ ബുക്സ് പ്രൊഡ്യൂസ് ചെയ്യലോ എന്ത് വേണമെങ്കിലും ആള് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ രതീഷ് ഭട്ടിനെയും അവരുടെ ടീമിനെയും ഞാൻ ഈ നിമിഷം ഒന്ന് ഓർക്കുകയാണ്. അതേപോലെ തുടർന്നും ഇവരുടെ സഹകരണങ്ങൾ വേണം എന്ന് ഞാൻ പറയുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ MLA അദ്ദേഹം മിസ്റ്റർ UR പ്രദീപ് സാറ്, അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ഞാൻ ഏറെ ബഹുമാനിക്കുന്ന നാരായണേട്ടനെ ഞാൻ സ്ഥിരമായിട്ട്, അതായത് ഞാൻ കൃത്യമായിട്ട് ചോദിക്കും, ഞാൻ എന്നാ വിളിക്കേണ്ട നാരായണേട്ട, സഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അദ്ദേഹം പോലും ഇപ്പൊ സഭ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഇങ്ങനെ ചെയ്യാം, മന്ത്രിനെ കാണാനുള്ള സംവിധാനം ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല, നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി ഇപ്പൊ എന്താണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ശുഭാപ്തിവിശ്വാസമുണ്ട്. അവരിലൂടെ നമുക്ക് നമ്മുടെ രോഗം സഭയിൽ അവതരിപ്പിച്ച് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുള്ള നല്ലൊരു വിശ്വാസം നമുക്കുണ്ട്. അപ്പൊ അതും നടക്കും. അപ്പൊ നാരായണേട്ടനെയും അതേപോലെ തന്നെ MLA പ്രദീപ് സാറും അതേപോലെ ഇവിടുത്തെ 1-2 കൗൺസിലർമാരുണ്ട്, മിസ്റ്റർ അനൂപ്, അതേപോലെ അരവിന്ദാക്ഷൻ, അത്തരം ആളുകൾ, ഒരുപാട് ആൾക്കാരായിട്ട് നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ ശശി തരൂർ സാറിനെ നമ്മൾ സമീപിച്ചിട്ടുണ്ട് MP തലത്തിൽ ഇതിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെല്ലാമാണ് നമ്മളുടെ ഇപ്പോൾ ഒരു പ്രവർത്തനത്തിന്റെ ഒരു ചുരുക്കം. പിന്നെ ഇനി വേറൊരു കാര്യം എനിക്ക് ഇതിൽ സൂചിപ്പിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നടന്നു പോകുന്നത് നമ്മുടെ ഈ ട്രസ്റ്റീസിന്റെ ഒരു സഹായം, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രിയങ്കരനും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഡോക്ടർ പത്മനാഭ ഷനായ്, ഡയറക്ടർ കെയറിന്റെ. അപ്പൊ അദ്ദേഹം നമുക്ക് എന്ത് ഇത്തരം ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ തന്നെ ഈ ട്രസ്റ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പുള്ളിയുടെ തിരക്ക് ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനുള്ള മറുപടികൾ എപ്പോൾ വേണമെങ്കിൽ വിളിച്ചാൽ 24 hours എന്നുള്ള രീതിയിലാണ് നമ്മൾ ആളുകൾക്കൊക്കെ വാട്സപ്പിൽ ഇട്ടിട്ടും അതുപോലെ തന്നെ ചോദിക്കുന്നത്. ഈ തിരക്കേറിയ സമയത്തും പുള്ളി തന്നെ നമുക്ക് മറുപടി തരികയും ഫുൾ സപ്പോർട്ട്, അതായത് ഇത് മുന്നോട്ട് പോയി നമുക്കിത് ഒരു ജനങ്ങൾക്കും അല്ലെങ്കിൽ പീസിന് നല്ലൊരു ഗുണമുണ്ടാവണം എന്നുള്ളൊരു സപ്പോർട്ട് തരുന്ന ഒരു ഡോക്ടറാണ്. അതേപോലെ തന്നെ ഞാൻ പിന്നെ പറയുന്നില്ല, മറ്റേ എല്ലാ ആൾക്കാരും ബാഹ്യമായിട്ട് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയ്ക്കും എനിക്ക് സംസാരിക്കാനുള്ളൂ. ഇപ്രാവശ്യം നമുക്ക് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. അടുത്ത പ്രാവശ്യം നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ നമ്മൾ മീറ്റിംഗും കലാപരിപാടികളും കാര്യങ്ങളൊക്കെ നടത്തും. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കണം, സഹായിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ, നമുക്കിതിലെല്ലാം രോഗികളാണ്. നമുക്കറിയാം, ട്രസ്റ്റീസ് എല്ലാവരും രോഗികളാണ്. ഈ രോഗികൾക്ക് അതിൻ്റെതായ പരിമിതി. ഇപ്പം നമ്മളൊരു അവയർനെസ് പ്രോഗ്രാം നടത്തിയിട്ട് 2 പേര് അവിടെ അസൈൻ ചെയ്യുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരോ അന്നത്തെ ദിവസം തീരെ സുഖമില്ലാണ്ട് അവർ ഇരിക്കുകയായിരിക്കും. അപ്പം അന്നത്തെ ദിവസം നമുക്ക് അവയർനെസ് പ്രോഗ്രാം നടത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഓഡിറ്റർ വിളിച്ച് നമുക്കൊന്ന് ചെല്ലണം, നമുക്ക് പോകാൻ പറ്റാറില്ല. എന്നിരുന്നാലും നമുക്ക് നിങ്ങൾ ആരെങ്കിലും കുറച്ച് പേര് കൂടി നമുക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് കുറെ കൂടി നന്നായിട്ട് ചെയ്യാം. നമ്മൾ ചെയ്യില്ല എന്നല്ല പറയുന്നത്, നമ്മളിത് വളരെ നന്നായിട്ട് തന്നെ പോകും. നിങ്ങളുടെ എല്ലാവരും സഹകരണം വേണം. എല്ലാവരും ആരോഗ്യപരമായിട്ടിരിക്കണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. Lupus Day wishes to each one of you. This Lupus Day, we should have been, idly speaking, celebrating it together, celebrating our recovery and lives. But here today, Lupus Trust India will make this day yet another memorable and fun day for you all. As you all know, I'm also a trustee of Lupus Trust India, and my story of lupus began at the age of 13. And at that point, none of us knew much about lupus, nor did my family know much about it. But today, we're all in a time and era where people are a lot more aware of the disease, and there are
there's the right healthcare facilities that are available for such patients like us, and the availability of drugs and blood tests are much more than it was in the past. I would also like to recall and remember all the support offered by various media agencies such as Patients Engage and various magazines and newspapers that have been supporting us to spread this awareness for this cause. I'd also like to specially mention our gratitude to Indian Rheumatology Association for the kind of service they've been rendering and for supporting us through this journey of Lupus Trust India. I'd also like to, thank Dr. Padmanabha Shenoy, founder and clinical director of CARE, our beloved doctor, in other words, who has been helping us out throughout this journey emotionally, mentally, by giving us a vision, by mentoring the trust. It's always a feeling of, it's overwhelming gratitude that I have for him, that we all have for him, for unconditionally supporting us. And as Azhar just mentioned, follow everything your doctor says. No sunlight, take your medication on time, do not adjust your dosage. Okay, I'm feeling better, I'm going to reduce it, or I'm feeling bad, I'm going to increase it. And it's highly important that you communicate with your doctor. And with respect to mental health, let's erase all the stigma attached to it. There are days you might feel low, there are months you might feel low. Azhar just mentioned, follow everything your doctor says. No sunlight, take your medication on time, do not adjust your dosage. Okay, I'm feeling better, I'm going to reduce it, or I'm feeling bad, I'm going to increase it. And it's highly important that you communicate with your doctor. And with respect to mental health, let's erase all the stigma attached to it. There are days you might feel low, there are months you might feel low. There could be an entire year where you feel you're just not able to, mentally pull through. And my request to you all would be to seek mental help. I have been through counseling, I've been through coaching. So what I would request you all to do is communicate with your doctor and, find the right help and support. Another point that gives me immense joy is to share with you that Lupus Trust India, we have been able to fund a few patients who are desperately in need, and we've also been able to guide patients through this journey of diagnosis, helping them understand what lupus is and how to battle it with our experience. We've also been able to conduct awareness classes for a lot of patients. We have been able to translate what lupus is in multiple Indian languages. We have also been able to help families who are having, members who are battling lupus. So what I would request you all to do is to continue supporting us. Lupus is an invisible disease, and a lot of times you may not be able to see it. You could have a kidney problem, you could have arthritis, you could have a brain involvement, and it would still not show. But that is lupus for you. It doesn't show, it's an invisible illness. And so your support, empathy, and understanding is extremely important. Before we wind up, I would like to tell you that today we're releasing a question answer session with our beloved doctor. So stay tuned and watch out for that video. Happy Lupus Day once again.